ഇന്ന് ലോക ഹൃദയ ദിനം. നമുക്ക് വേണ്ടി ഓരോ നിമിഷവും മിടിക്കുന്ന ഹൃദയത്തെപ്പറ്റി ഓർക്കാൻ കരുതലോടെ മുന്നോട്ട് പോകാനുള്ള ദിവസമാണിത്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ് ഈ വർഷത്തെ ലോക ഹൃദയ ദിന സന്ദേശം. 50 വയസ്സിന് താഴെയുള്ള 25% ആളുകളും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നേരിടുന്നു എന്നതാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതോ വേണ്ടപ്പെട്ടതോ ആയ എത്ര പേർ അപ്രതീക്ഷിതമായി നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോയെന്ന്. ആശങ്കയിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. എന്നാൽ ആശങ്കകൾക്കിടയിലും പ്രിയപ്പെട്ടവർ പോയ അതികഠിനമായ വേദനയ്ക്കിടയിലും ഈ ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ പകരുന്ന ചിലരുണ്ട്. ഐസക്കിൻ്റെ കുടുംബത്തെ പോലെ, ബിൽജിത്തിൻ്റെ കുടുംബത്തെ പോലെ അവയവദാനത്തിൻ്റെ മഹത്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ. അവയവദാനത്തെക്കുറിച്ചാണ് ഈ മണിക്കൂറിൽ നമ്മൾ സംസാരിക്കുന്നത്. അത് മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകളെപ്പറ്റി, ആശങ്കകളെപ്പറ്റി, തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനെപ്പറ്റി നമ്മൾ വിശദമായി തന്നെ അതിലേക്ക് കടക്കുകയാണ്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം, അല്ലെങ്കിൽ ഈ മണിക്കൂറിൽ നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വിവിധ ആളുകൾ ചേരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ നോഡൽ ഏജൻസിയായ കേസ് ഓട്ടോയുടെ മേധാവി ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് ആണ് നമ്മളോടൊപ്പം പ്രധാനമായുള്ളത്. ഒപ്പം ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അവയവദാനം നടത്തിയവരും അവരുടെ അനുഭവങ്ങളും ഒപ്പം അവയവം സ്വീകരിച്ചവരുമൊക്കെ ഈ മണിക്കൂറിൽ ചേരും. ആദ്യം നമ്മൾ ഈ ദിവസത്തെപ്പറ്റി, ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നവരുടെ എണ്ണം കേരളത്തിലും ഉയരുകയാണ്. അതിൽ വലിയൊരു പങ്കും 40 വയസ്സിനോട് അടുത്തവരാണ്. രാജ്യത്തെ ആകെ മരണങ്ങളുടെ 30% ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണെന്നാണ് കണക്ക്. ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും രോഗം ബാധിക്കുന്നവരിൽ 30% 40 വയസ്സിൽ താഴെയുള്ളവരെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണ്ടെത്തൽ. യഥാസമയം ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവഹാനിയിലേക്ക് വരെ ഇത് നയിക്കാം. ജീവിതശൈലി മാറ്റങ്ങൾ തന്നെയാണ് യുവാക്കളിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ. കായികാധ്വാനം കുറഞ്ഞതും വ്യായാമത്തിന് മതിയായ സമയം കണ്ടെത്താത്തതും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഹൃദയാഘാതത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നെന്നും വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് കണ്ടുവരുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം തന്നെയാണ്. വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സിൻ്റെയും കാലറി റിച്ച് ഫുഡ്സിൻ്റെയും കടന്നുവരവ്, യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ദൈനംദിന ജീവിതത്തിലുള്ള കായികമായ പ്രവൃത്തികളുടെ കുറവ്, ഇതെല്ലാം ഹൃദ്രോഗത്തിൻ്റെ എണ്ണം കൂടാൻ വഴിയൊരുക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഈ ഹൃദയദിനത്തിൽ നമുക്ക് ഹൃദ്രോഗം തടയാനുള്ള ക്രിയാത്മകമായ മാറ്റം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം ഹൃദ്രോഗത്തിന് കാരണമായേക്കാവുന്ന അപകട കാരണങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ എന്നിവ കൃത്യമായി ചികിത്സിക്കുകയും ഹൃദ്രോഗ ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ശരിയായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഇനി കൂടുതൽ ജാഗ്രത പുലർത്താം. ന്യൂസ് 18 തിരുവനന്തപുരം. ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ മണിക്കൂറിൽ ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങുന്നതിലേക്ക് ഏറ്റവും പ്രധാനമായി എത്തിച്ചത് ഈ അടുത്ത് നടന്ന ചില സംഭവങ്ങളാണ്. ഒന്ന്, കൊട്ടാരക്കര സ്വദേശിയായ ഐസക്കിൻ്റെ മരണം. ഐസക്കിൻ്റെ മരണത്തിന് ശേഷം 6 പേരുടെ ജീവിതത്തിലേക്കാണ് ഐസക്കിൻ്റെ കുടുംബം വെളിച്ചം നൽകിയത്. അതുപോലെ തന്നെയാണ് ബിൽജിത്ത് എന്ന ചെറുപ്പക്കാരൻ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ ഈ വിഷയത്തെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാൻ. ഒപ്പം തന്നെ ചില ആശങ്കകൾ, ചില സിനിമകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് ശ്രദ്ധയോടെയല്ലേ കൈകാര്യം ചെയ്തത് എന്നൊക്കെ രീതിയിൽ വിദഗ്ധർ സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നപ്പോഴാണ് ഈ വിഷയം നമ്മൾ വിശദമായി ചർച്ച ചെയ്യാമെന്ന് കരുതിയത്. ആദ്യം നമ്മൾ പോകുന്നത് ഐസക്കിൻ്റെ കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ ഐസക്കിൻ്റെ വേണ്ടപ്പെട്ടവരുടെ അനുഭവത്തിലേക്കാണ്. 6 പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വിതറി കേരളത്തിൻ്റെ ഹൃദയം നിറച്ചാണ് ഐസക് ജോർജ് എന്ന ചെറുപ്പക്കാരൻ മടങ്ങിയത്. കൊട്ടാരക്കര സ്വദേശിയായ 33-കാരനായ ഐസക് സെപ്റ്റംബർ 6 റോഡ് മുറിച്ച് കടക്കുമ്പോൾ ബൈക്ക് ഇടിച്ചായിരുന്നു മരിക്കുന്നത്. കുടുംബം സമ്മതം നൽകിയതോടെ ഐസക്കിൻ്റെ അവയവങ്ങൾ 6 പേരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. ഇന്നും ഐസക്കിൻ്റെ പേരിൽ ആ നാട് അഭിമാനിക്കുകയാണ്. അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയവേ സെപ്റ്റംബർ 10 ഐസക് ലോകത്തോട് വിട പറഞ്ഞത്. കുടുംബം സമ്മതം നൽകിയതോടെ ഐസക്കിൻ്റെ അവയവങ്ങൾ 6 പേർക്കായി ദാനം ചെയ്തു. ഹൃദയം എറണാകുളത്തെ ലിസി ആശുപത്രിയിലെത്തിച്ച് യുവാവിന് നൽകി. 2 വൃക്കകളിൽ ഒരെണ്ണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റൊന്ന് കിംസ് ആശുപത്രിയിലുമായി കൈമാറി. കരൾ മറ്റൊരു രോഗിക്കായി ദാനം ചെയ്തു. കണ്ണിന്റെ 2 കോർണിയകളും തിരുവനന്തപുരത്ത് ദാനം ചെയ്തു.
ഈ സംഭവങ്ങൾ ഇപ്പോഴും വളരെ വൈകാരികമായാണ് ഐസക്കിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഓർത്തെടുക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നാൻസി ഐസക്കിൻ്റെ വൈഫാണ് ആദ്യമേ ഇനിഷ്യേറ്റീവ് പറഞ്ഞത്. ഞാനും ആ സമയത്ത് തന്നെ ഫസ്റ്റ് നമുക്ക് നെയ്റോ ടെസ്റ്റ് കഴിഞ്ഞപ്പം തന്നെ റിസൾട്ട് വന്നെന്ന് പറഞ്ഞപ്പം തന്നെ നമ്മളവിടെ ചെന്നു. അപ്പം നാൻസിയാണ് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമുക്കത് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളും ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ജോബി, എൻ്റെ ഐസക്കിൻ്റെ കോമൺ സുഹൃത്താണ് ജോബി, അടൂർ അയാഡ്സിൻ്റെ ഓണറാണ്. അപ്പം ഞങ്ങളവിടെ ഉണ്ട്. അപ്പം ഞങ്ങളത് സംസാരിച്ചപ്പോൾ തന്നെ നാൻസി പറഞ്ഞു ചെയ്യണം. കലാകാരനായിരുന്നു ഐസക്ക്. സിനിമാറ്റോഗ്രാഫിയിലും ചിത്രകലയിലും പ്രാഗൽഭ്യം നേടിയിരുന്നു. പഠന പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലായിരുന്നു. ഞാൻ ഐസക്കിനെ ഓർക്കുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ അല്പ കുസൃതിയൊക്കെ ഉണ്ടെങ്കിലും അധ്യാപകരോട് വലിയ സ്നേഹമായി. പഠന കാലയളവിൽ ഞാൻ ഓർക്കുന്നു ഒരു നല്ല കലാകാരനായിരുന്നു. എപ്പോഴും ചിത്രരചനയിലും പാട്ടിലും ഡാൻസിലും അതുപോലെ ടൂറൊക്കെ പോകുമ്പോഴെപ്പോഴും ഒരു ചെറിയ ക്യാമറ ഈ ഐസക്കിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുസൃതി, എപ്പോഴും പ്ലസന്റ് ആയിരുന്നു. കൂട്ടുകാരുടെ ഇടയിൽ ഐസക്ക് ഒരു ഹീറോ ആയിരുന്നു, കൂട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു. ഐസക്ക് സുഹൃത്തുക്കളുമായി ഒത്തുകൂടാൻ വേണ്ടിയായിരുന്നു കൊട്ടാരക്കരയിൽ ബ്ലൂം എന്ന റെസ്റ്റോറന്റ് തുടങ്ങിയത്. സിനിമാ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തിരുന്നതും ഇവിടെയായിരുന്നു. ഐസക്കിന്റെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന ബ്ലൂം എന്ന റെസ്റ്റോറന്റ് മുന്നിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഈ റെസ്റ്റോറന്റ് അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഐസക്ക് ഇന്നിവിടെ ഇല്ല. സെപ്റ്റംബർ 6-ാം തീയതിയിലായിരുന്നു ഐസക്കിന് അപകടം സംഭവിച്ചത്. തൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഈ റോഡ് മുറിച്ച് നടന്നു വരികയായിരുന്നു. എതിർദിശയിൽ അദ്ദേഹം വാഹനം പാർക്ക് ചെയ്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഈ റോഡ് മുറിച്ച് നടന്നു വന്ന സമയത്താണ് കൊട്ടാരക്കര ഭാഗത്തു നിന്നും വന്ന ഒരു ബൈക്ക്, അതിവേഗതയിൽ വന്ന ബൈക്ക് ഈ ഐസക്കിനെ ഇടിച്ച് തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഐസക്ക് റോഡിൽ തെറിച്ചു വീഴുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാർ ഇടപെട്ടാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചത്. സെപ്റ്റംബർ 10-നാണ് ഐസക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞത്. എന്നാലും ഐസക്കിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തതുകൊണ്ട് ഐസക്കിൻ്റെ അവയവങ്ങൾ സ്വീകരിച്ചവർ ഇന്നും ഐസക്കിലൂടെ ജീവിക്കുന്നു. ഐസക്കിന്റെ മരണത്തിന് ശേഷം അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ച് നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ ഇത്തരം ആൾക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്നാണ് ഐസക്കിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഇതിൽ ഐസക്ക് എടുത്തിരുന്നത് സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് ആണ്. ഞാൻ തന്നെയാണ് അതിൻ്റെ ഏജന്റ്, എൻ്റെ വൈഫാണ് ഏജന്റ് കോഡായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ തന്നെ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ കേസായാലും എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. 4.8 lakh ആണ് ടോട്ടൽ ബില്ല് വന്നത്. ഇതിൽ അവരൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് കൺസ്യൂമബിളിൽ പെടാത്ത 1,66,000 രൂപയോളം നമ്മൾ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അടയ്ക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓൾറെഡി ഏജൻ്റ് ആയിട്ട് നമ്മളിത് വിളിച്ച് സംസാരിച്ചു അവരോട്. അപ്പോൾ ഡയറക്റ്റ് സ്റ്റാർ ഹെൽത്ത് വിളിച്ചു, സാർ അത് പ്രൊസീജിയേഴ്സാണ്. അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, സാർ ഇത് ഡോണർ ആയതുകൊണ്ട് അയാളുടെ ഓർഗൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമബിൾ പാർട്സിനൊന്നും ഇൻഷുറൻസ് ക്ലെയിം ആവത്തില്ല. അപ്പോൾ അങ്ങനെ വന്നതാണ് 1,66,000 രൂപ എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അതൊരു വല്ലായ്മയായിട്ട് തോന്നി. കാര്യം ഞാനൊരു പലർക്കും നമ്മൾ ഇൻഷുറൻസുകൾ എടുത്തു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ശരിക്കും അവിടെ ഒരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റിന് അവർ പറഞ്ഞു ഡോണർ ആയതുകൊണ്ട് മാത്രമാണ് സാറേ കൺസ്യൂമേഴ്സ് തന്നത്. അത് റെസിപ്പിയൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കൺസ്യൂമേഴ്സ് നമുക്കതിൽ വരത്തില്ല. ശരിക്കും അതൊരു സിസ്റ്റത്തിലെ ഒരു ഫെയിലിയർ തന്നെയാണ്. അതിനൊരു സിസ്റ്റം വരണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എസ് വിനീഷ് കുമാർ, ന്യൂസ് 18 കൊട്ടാരക്കര. ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ഈ മണിക്കൂറിൽ സംസാരിക്കുകയാണ്. അതിന് ഏറ്റവും അനുയോജ്യരായ കുറച്ച് അതിഥികൾ കൂടി ചേരുന്നുണ്ട്. ആദ്യം ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്. അദ്ദേഹം കേസ് ഓട്ടോ, അത് സംസ്ഥാനത്ത് ഈ അവയവദാനത്തിനായി പ്രവർത്തിക്കുന്ന നോഡൽ ഏജൻസിയാണ്. ആ കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇന്നത്തെ ദിവസം ലോക ഹൃദയ ദിനമാണ്. ആ ദിവസത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ കാരണം ഒരു പക്ഷേ ഐസക്കാണ്, അല്ലെങ്കിൽ ഐസക്കിന് ശേഷം ബിൽജിത്ത് മരിച്ചപ്പോൾ ആ സംഭവങ്ങളൊക്കെയാണ്. കാരണം ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ ഐസക്കിൻ്റെ മരണശേഷം അത് കേരളത്തെ മുഴുവൻ സ്വാധീനിച്ചാണ്. ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും എനർജിയോടെ ഇരിക്കേണ്ട ഒരു പ്രായത്തിൽ അപ്രതീക്ഷിതമായി മിനിറ്റുകൾക്കുള്ളിൽ എന്ന പോലും കണ്ണിൽ നിന്ന് മറയുമ്പോൾ ഐസക്ക് 6 പേരിലൂടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു വലിയ മനസ്സ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോഴാണ് ഒരു പക്ഷേ എത്രയോ പേർ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ അവയവദാനത്തിനായി പ്രതിജ്ഞ എടുക്കുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കൂടി എന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അതിനു മുമ്പ് അവയവദാനത്തിനുള്ള ഈ പ്ലഡ്ജ് എടുത്തില്ല അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പക്ഷേ ഐസക്കിൻ്റെയും ബിൽജിത്തിൻ്റെയും ഒക്കെ വാർത്തകൾക്ക് ശേഷം ഞാനെന്നൊരു സാധാരണ വ്യക്തി പോലും കേസ് ഓട്ടോയുടെ സൈറ്റിൽ കയറി അവയവദാനത്തിന് പ്രതിജ്ഞ എടുത്തു, അല്ലെങ്കിൽ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം.
ഈ സംഭവങ്ങൾ എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ കേസ് ഓട്ടോയെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് ഈ 2 സംഭവങ്ങൾ പ്രത്യേകതയുള്ളതാവുന്നത്? ഏറ്റവും പ്രധാനം അവയവദാനത്തിൻ്റെ പ്രാധാന്യം പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. കാരണം പലർക്കും ആർക്ക് വേണ്ടിയാണ് അവയവദാനം കൊടുക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. അതായത് ഒരു ഹാർട്ട് ഫെയിലിയർ, റിഫ്രാക്ടറി ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗിക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കിട്ടിയാൽ നിയർ നോർമൽ ലൈഫിലോട്ട് പോകുക. ലിവർ ഫെയിലിയർ ഉള്ള ആൾക്കാർ ലിവർ കിട്ടിയാൽ നിയർ നോർമൽ ലൈഫിലോട്ട് പോകുക. കിഡ്നി അതുപോലെ കിഡ്നി. അപ്പോൾ ഇത്രയും ആൾക്കാരെ നമുക്ക് പുതുജീവൻ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് അവയവദാനം. പക്ഷേ അത് നമ്മുടെ ഈ മാഫിയ എന്നൊക്കെ പറഞ്ഞതിനെ ഒരു വളരെ അവഗണിക്കുകയോ അല്ലെങ്കിൽ വളരെ മോശം രീതിയിൽ സോഷ്യൽ മീഡിയ ചാനൽസ് വഴിയൊക്കെ ആൾക്കാർ പറഞ്ഞാണ് ഇതിനെ ഇല്ലാതാക്കിയത്. പക്ഷേ ഇപ്പോൾ ഈ 2 ദാനത്തിലൂടെയും 2 കുടുംബാംഗങ്ങളുടെ മഹത്വത്തിലൂടെയും നമുക്കൊരു 1000-1200ഓളം പ്ലഡ്ജസ് ഒറ്റയടിക്ക് കൂടുകയും കേരളം 11ാം സ്ഥാനത്ത് നിന്ന് 10ാം സ്ഥാനം ദേശീയ തലത്തിൽ അവയവ പ്ലഡ്ജ് രജിസ്ട്രിയിൽ മുന്നോട്ട് വരികയും ഉണ്ടായി. തീർച്ചയായിട്ടും അതൊരു സന്തോഷകരമായ കാര്യമാണ്. 1000 പേരെങ്കിലും അതേക്കുറിച്ച്, ഇനി ഡൊണേഷൻ്റെ അപ്പുറത്തേക്ക് 1000 പേരെങ്കിലും അതേക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ട്. അതുതന്നെ വലിയ കാര്യമാണല്ലോ. ഇപ്പോൾ ഈ ഐസക്കിൻ്റെ സംഭവം ഒരു ഇടവേളയിൽ നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചില സിനിമകൾ വന്നതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ ആളുകൾ ഇതിൻ്റെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്കൊക്കെ പോയി, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് എത്രത്തോളം ഈ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നെഗറ്റീവ് മെസ്സേജസ് ഉണ്ടാകുന്നത് വളരെ മോശമായി തന്നെ അതിനെ ബാധിച്ചിരുന്നു. നമ്മൾ വളരെ മുന്നോട്ട് പോയിരുന്ന നമ്മൾ ഒരു ഘട്ടത്തിൽ സ്റ്റക്കായി നിന്നിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? പ്രധാനമായിട്ട് പ്ലഡ്ജസ് ആണ്. പിന്നെ ഈ അവയവം കിട്ടാൻ വേണ്ടിയുള്ള ഒരു രജിസ്ട്രേഷൻ പെട്ടെന്ന് കൂടി എല്ലാ ആശുപത്രികളും ഹാർട്ട് ഫെയിലിയർ രോഗികൾ പോയി രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി, ലിവർ ഫെയിലിയർ പോയി. കാരണം മറ്റത് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അവർക്ക് അവയവം കിട്ടാനുള്ള സാധ്യത. ഇപ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു 10 വർഷമായിരിക്കും ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് വെച്ച് കിട്ടാൻ സാധ്യത. അതുവരെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല അവർ. അപ്പോൾ അതുകൊണ്ട് രജിസ്ട്രേഷൻ, അതായത് സ്വീകർത്താക്കൾ പോലും രജിസ്റ്റർ ചെയ്യാൻ മടി കാണിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഒരു സ്വീകർത്താക്കളുടെ രജിസ്ട്രേഷനും ആശുപത്രികളുടെ രജിസ്ട്രേഷനും പെട്ടെന്ന് കൂടുകയായിരുന്നു. ഏറ്റവും പ്രധാന ഡോക്ടർ, ഇതിന് സാങ്കേതികമായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ ഒരു സർക്കാർ തലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതിൽ യാതൊരു റിസ്ക്കും എടുക്കാൻ പറ്റില്ല. അത് കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ അതിൻ്റേതായ ഒരു കാലതാമസമൊക്കെ വരും. അപ്പം എനിക്കൊക്കെ വ്യക്തിപരമായി സുഹൃത്തുക്കളുടെയൊക്കെ അനുഭവത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനെടുക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിൽ എവിടെയാണ് ഉണ്ടാവുക, ഒരാൾ മരിക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അതൊക്കെ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പ്രൊസീജിയർ എത്രത്തോളം, അല്ലെങ്കിൽ ഈ കാത്തിരിപ്പ് എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ നിലവിലെ അവസ്ഥ എന്താണ്? ഈ രജിസ്ട്രിയിൽ നിന്ന് ഒരു അവയവം കിട്ടുന്ന അതുവരെയുള്ളൊരു കാത്തിരിപ്പ്. നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കിലെടുത്താൽ ആവറേജ് ഡൊണേഷൻ എന്ന് പറയുന്നത് 15 to 20 ബ്രെയിൻ ഡെഡ് ഡോണേഴ്സാണ്. അതായത് ഏകദേശം 40 കിഡ്നി, അല്ലെങ്കിൽ 20 ലിവർ, അല്ലെങ്കിൽ 20ഓളം ഹാർട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 2000-ലധികമാണ്. അപ്പോൾ 20 വെച്ച് അല്ലെങ്കിൽ 40 വെച്ച് ഒരു വർഷം കിട്ടിയാൽ ഈ 2000 പേർക്ക് കിട്ടണമെങ്കിൽ എത്രയോ വർഷം കാത്തിരിപ്പിന്. പക്ഷെ നമ്മൾ ഒരു വശം നോക്കുകയാണെങ്കിൽ റോഡ് അപകട മരണങ്ങൾ ഉണ്ടാകുന്നു. ഒരു 4400ഓളം റോഡ് അപകട മരണങ്ങൾ കേരളത്തിലുണ്ടാകും. ഇതിൽ നമ്മൾ 1000 പേരെങ്കിലും മസ്തിഷ്ക മരണം എന്ന ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയാൽ ഇത് നമ്മൾ ആശുപത്രികൾ അതിനെ നോട്ടിഫൈ ചെയ്യുകയും ഡിക്ലെയർ ചെയ്യുകയും കേസോട്ടിനെ അറിയിക്കുകയും ചെയ്താൽ നമുക്ക് 2000 കിഡ്നിയാണ്, അല്ലെങ്കിൽ 1000 ലിവറാണ്, അല്ലെങ്കിൽ 1000 ഹാർട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആ ഒരു നടപടിക്രമം കേരളത്തിൽ എന്തുകൊണ്ടോ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നായിരുന്നാലും ആശുപത്രികളുടെ ഭാഗത്തു നിന്നൊരു വിമുഖതയുണ്ട്. ICUയിൽ കിടക്കുന്ന മസ്തിഷ്കമരണം സംഭവിച്ച രോഗിയെ മസ്തിഷ്കമരണം നിർണ്ണയിക്കാതെയും ആ ഒരു അവസരം രോഗികളുടെ ബന്ധുക്കൾക്ക്, അതായത് നിങ്ങളുടെ രോഗി മസ്തിഷ്കമരണം സംഭവിച്ചാണ്, ഇനി 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ അല്ലെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഐസക്കിൻ്റെ റിലേറ്റീവ്സായിട്ട് സംസാരിച്ചു. അവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടർ ആദ്യം ചെയ്യേണ്ടത് ICUയിലെ ഡോക്ടർമാരുടെ അടുത്ത് പറയുക, ബന്ധുക്കൾ വെളിയിൽ സങ്കടത്തോടെ കാത്തിരിക്കുകയാണ്, അവർക്ക് എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ഡോക്ടർ പഠിപ്പിച്ചാണ്. വളരെ വാസ്തവമാണ് ഡോക്ടർ. അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ഡോക്ടർക്കെതിരെ പിന്നീട് ആരോപണം വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്, ഇതിപ്പം അവയവ മാഫിയയുടെ ആളുകളാണോ ഞങ്ങൾ എന്ന് പറയുമെന്നാണ് ഈ ഡോക്ടർമാർ തന്നെ പലപ്പോഴും പറയുന്നത്. ആ സ്ഥിരീകരിക്കുന്ന ആൾ പോലും ഈ നിയമത്തിൻ്റെ കുരുക്കുകളിലേക്ക് പോകുന്നത് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. അപ്പം അതും അതിനൊരു കൃത്യമായൊരു പ്രോട്ടോക്കോളൊക്കെ നിലവിലുള്ളത് തന്നെയാണല്ലോ. പിന്നെയും എന്താണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്?
അല്ല, അത് കുറച്ച് എനിക്ക് തോന്നുന്നു ലീഗൽ വശങ്ങളൊരു ഇഗ്നറൻസ് ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതുവരെ, അതായത് കഴിഞ്ഞ ഒരു 10 വർഷം 2012 മുതൽ 2025 വരെ ഞാൻ തന്നെയാണ് ഈ പ്രോഗ്രാം ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഒരു ഡോക്ടർമാരെയും കോടതിയിൽ കയറ്റുകയോ അല്ലെങ്കിൽ കോടതി വിചാരണയ്ക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കേസുകളും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഹൈക്കോടതി ഇപ്പോൾ സുപ്രീം കോടതി വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും അതിലൊന്നും ഒരു ഡോക്ടറെ ശിക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ഡോക്ടറെ ഹരാസ്മെൻറ്റ് പോലും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് പോലും വിധേയരാകേണ്ടി വന്നില്ല. പിന്നെ കൂടാതെ ഇപ്പോൾ കേസ് ഔട്ടേക്കൊരു സീനിയർ അഡ്വക്കേറ്റ് തന്നെ ലീഗൽ കൗൺസിലായിട്ടുണ്ട്. അവരുടെ സേവനം എപ്പോൾ വേണമെങ്കിലും ഏത് ഡോക്ടറും സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ആശങ്ക മറികടക്കണം. കാരണം ഇത് ശാസ്ത്രീയമാണ് മസ്തിഷ്കമരണ നിർണ്ണയം. അതിന് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള WHO ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ പ്രക്രിയയിലൂടെയാണ് മസ്തിഷ്കമരണം നിർണ്ണയിക്കുന്നത്. അതിൽ ആശങ്കയെ വേണ്ട ഡോക്ടർമാർക്ക് ആർക്കും. ശരി, IMAയുടെ മുൻ പ്രസിഡന്റും അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും നന്നായി എപ്പോഴും സംസാരിക്കുന്ന ആളുമാണ് ഡോക്ടർ സുൽഫിയൻ നൂഹു. എപ്പോഴും ഞാനൊക്കെ ഡോക്ടറിൻ്റെ പോസ്റ്ററുകളിൽ പലപ്പോഴും ഈ ആശങ്കകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഡോക്ടർ, എനിക്കറിയാം ഡോക്ടർക്ക് ഇന്ന് പ്രവൃത്തി ദിവസമാണ്, വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. അതിൻ്റെ ഇടയിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സമീപത്ത് നിന്നാണ് ഡോക്ടർ എന്നോട് സംസാരിക്കുന്നതെന്ന് അറിയാം. ഡോക്ടർ, ഈ വിഷയം അങ്ങേക്ക് എത്ര താല്പര്യമുള്ളതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് ഡോക്ടർ ഈ വിഷയത്തിൽ ഒന്ന് ചർച്ചയിൽ വരണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഐസക്കിൻ്റെയും ബിൽജിത്തിൻ്റെയും മരണത്തിന് ശേഷം അല്ലെങ്കിൽ അവരുടെ കുടുംബം എടുത്ത ആ വലിയ തീരുമാനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള നമ്പേഴ്സ്, അത് ഒരു പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ നമുക്കറിയാം, ഇങ്ങനെ നമ്മൾ പോസിറ്റീവായി മുന്നോട്ട് പോകുമ്പോഴാവും ഒരു നെഗറ്റീവ് സംഭവം ഉണ്ടാകുന്നത്. ഡോക്ടർ ആ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ അതേപ്പറ്റി എഴുതിയതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോക്കിലൊരു സ്റ്റഡി ആയിരിക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണ്? ആളുകൾക്ക് ഇതേപ്പറ്റിയൊരു ബോധം, അതായത് നമുക്കൊരു ജീവൻ കൊടുക്കാൻ കഴിയും എന്നൊരു, അല്ലെങ്കിൽ ഒന്നിലധികം പേർക്ക് ജീവനിലേക്ക് വെളിച്ചം പകരാൻ കഴിയുമെന്നൊരു സന്ദേശം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? അത് എത്രത്തോളം എത്തുന്നുണ്ട്? അബ്സല്യൂട്ട്ലി, ഇത് വളരെ വളരെ പ്രാധാന്യം. നമുക്കറിയാം ഇതിന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ബ്യൂറോക്രസിക്കും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും അത് ഇടത് വലത് BJP സർക്കാരുകളെന്നില്ലാതെ എന്തൊക്കെയോ ഭയക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ. ഇതിൽ വളരെ നിഗൂഢതകൾ അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ മസ്തിഷ്ക മരണം മൂലം അല്ലെങ്കിൽ ലൈവ് ഡൊണേഷൻ ആണെങ്കിലും അതിലൊക്കെ തന്നെയും എന്തൊക്കെയോ നിരൂപതകൾ, വളരെ ദുഷ്ടലാക്കുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു ധാരണ ഒരു പക്ഷേ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷെ 100% ഒരു എഫേർട്ടോടുകൂടി, ഒരു വലിയ വിഷനോടുകൂടി, ഒരു ദീർഘനാളത്തെ വിഷനോടുകൂടി ഈ കാര്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും ഇതിനകത്ത് എസ്പെഷ്യലി ലൈവ് ഡോണർ സിറ്റുവേഷൻ ലൈവ് ഡോണർ സിറ്റുവേഷനിലൊക്കെ തന്നെ ഇത് ചെയ്യുന്നതിന് മുൻപ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടാകേണ്ട പ്രോട്ടോകോളുകളെല്ലാം പാലിച്ചുകൊണ്ട് ഓർഗൻ ഡൊണേഷനിലേക്ക് പോകുന്ന ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള, വളരെ വിഷനുള്ള, ദീർഘകാല വിഷനുള്ള ഒരു നിലപാടുകൾ രാഷ്ട്രീയ നേതൃത്വവും ബ്യൂറോക്രസിയും അതോടൊപ്പം മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരും എടുക്കേണ്ടതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് വളരെയധികം പേര്, എത്ര ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എനിക്കറിയാം, എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന് പോലും വളരെ അടുത്ത് നിന്ന് അറിയാവുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന ജീവൻ, ചില കാര്യങ്ങൾക്ക് നമുക്ക് ചികിത്സയില്ല, പക്ഷെ ഇതിനെ ചികിത്സിക്കാം, രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ അവരുടെ ജീവൻ നിലനിർത്താം എന്നുള്ള വസ്തുതയിൽ നമുക്ക് ഓർഗൻ കൊടുക്കാതെ വരുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് വളരെ വളരെ വേദനാജനകമാണ് എന്നുള്ളതാണ് വസ്തുത. ഇതിന് നമുക്കൊരു വളരെ ഒരുമിച്ച് നിന്ന്, കേരളം മാത്രമല്ല ഭാരതം മൊത്തം തന്നെ ഒരുമിച്ച് നിന്ന് നമ്മൾ ഈ ഓർഗൻ ഡൊണേഷനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്നാണ് ഈ അടിസ്ഥാനപരമായി എനിക്ക് പറയാനുള്ളത്. ഡോക്ടറെ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഡോക്ടറെ ഞാൻ ഫ്രീ ആക്കുകയാണ്. കാരണം എനിക്കറിയാം, ഒന്ന് അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, ഒപ്പം ഡോക്ടർ തിരക്കിലുമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് താങ്ക് യു ഡോക്ടർ. അത് ഡോക്ടർ തന്നെ പറയുന്നതിൽ ഒരു സന്തോഷമുണ്ട്. കാരണം ഡോക്ടർ എപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരാളാണ്. ഇതോടൊപ്പം നമുക്ക് മറ്റൊരു ആരോഗ്യ വിദഗ്ധൻ, ഒരുപക്ഷെ ഒരു ഹൃദയം എന്ന് പറയുമ്പോൾ അതിനോട് നമ്മൾ ചേർത്ത് വെച്ച് പറയുന്ന ഒരു പേരാണ്, ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ തൊട്ടറിയുന്ന, മറ്റൊരു ശരീരത്തിലേക്ക് ആ മിടിപ്പ് ചോരാതെ തുന്നിച്ചേർക്കുന്ന ഒരാൾ, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. 32 ഹൃദയമാറ്റ ശസ്ത്രക്രിയകളും 25,000-ലധികം ഹൃദയ ശസ്ത്രക്രിയകളും ചെയ്തിട്ടുള്ള ജോസ് ചാക്കോ പെരിയപുറം ന്യൂസ് 18നോട് സംസാരിക്കുന്നുണ്ട്. അനവധി പേരുടെ നിലയ്ക്കാത്ത ഹൃദയമിടിപ്പിൻ്റെ കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടി കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. വിശ്രമമില്ലാത്ത 48 മണിക്കൂറുകൾ, അതിനിടയിൽ 2 ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ. നമ്മളോട് ഒരുപാട് പറയാനുണ്ടാകും അതിൻ്റെ ആകുലതകളെപ്പറ്റിയും ആ നിമിഷത്തെപ്പറ്റിയും ഒക്കെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്. 48 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ചെറിയ സമയമായിട്ട് തോന്നിയോ? ആക്ച്വലി അത് 48 36 മണിക്കൂറിനിടയ്ക്കാണ് നടന്നത്. 2 ദിവസമായതുകൊണ്ട് നമ്മൾ 48 എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.
പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഹൃദയം ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അവയവം ദാനം ചെയ്യുന്നതും അവയവം മാറ്റിവെക്കപ്പെടുന്നതുമെല്ലാം വളരെ ആകസ്മികമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ഒക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടീം അംഗങ്ങൾക്കോ സമയം തീരുമാനിക്കാനാവില്ല. അവയവം ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അവയവം ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്ന ആ സമയത്ത് തന്നെ നമ്മൾ അവയവം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ശേഷക്രിയകൾ ചെയ്യാനുള്ള കാലതാമസവും അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വരുന്നത് കാരണം ആ കുടുംബാംഗങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളുടെ ജോലി ക്രമീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടി. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവയവം നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. അങ്ങനെയാണ് ഐസക് ജോർജിൻ്റെ ഹൃദയവും അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻ്റ് ഹൃദയവും എല്ലാം നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്കിടയിൽ ഹാർവെസ്റ്റ് ചെയ്യുകയും അത് സ്വീകർത്താക്കളിൽ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായത്. പലപ്പോഴും അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളൊരു മെക്കാനിക്കലായിട്ട് നമ്മുടെ പ്രവർത്തനം അങ്ങോട്ട് പോവുകയാണ്. അവിടെ നമ്മൾക്ക് ടെൻഷനോ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സോ അതുപോലത്തെയുള്ള ഒരു കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. വർഷങ്ങളായിട്ട് നമ്മളുടെ ഈ അവയവദാനത്തിൽ ഇടപെടുന്ന ഒരു ടീം ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇൻറ്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങളുടെ ടീം ഉണർത്തെഴുന്നേൽക്കുകയാണ്. അതിനകത്ത് എല്ലാ രീതിയിലും ഡോക്ടർമാർ മാത്രമല്ലല്ലോ, നേഴ്സുമാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, ഹാർട്ട് ലങ് മെഷീൻ, ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ട്, പിന്നെ നമ്മളെ സഹായിക്കുന്ന മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള മന്ത്രിഗണങ്ങളുണ്ട്, പോലീസ് ഓഫീസേഴ്സ്, ഗ്രീൻ കോറിഡോർ, എയർ ആംബുലൻസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിരുന്നു. അതെല്ലാം യാന്ത്രികമായിട്ട് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് നടന്നു പോകുന്നൊരു സിസ്റ്റം നമ്മൾക്ക് സംസ്ഥാനത്ത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചെറിയ കാലയളവിനുള്ളിൽ നമുക്ക് 2 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും വിജയകരമായിട്ട് ചെയ്യാനായി എന്നുള്ളതാണ്. ആദ്യമായിട്ട് കേരളത്തിൽ ഹൃദയം എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് 2015-ലാണ്. അന്ന് നമ്മൾക്ക് സർക്കാരിന് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ ആശ്രയിച്ചത് ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററിനെയാണ്. ആ സമയത്ത് അവരുടെ ഹെലികോപ്റ്റർ സർവീസിങ്ങിലായത് കാരണം അവർ നമ്മൾക്ക് ഡോർണിയർ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റാണ് തന്നത്. വളരെയധികം ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നു. ഏകദേശം 24 മണിക്കൂർ നേരത്തെ ശ്രമം കൊണ്ടാണ് സെൻട്രൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ പെർമിഷൻ എല്ലാം എടുത്തിട്ട് വേണം നേവിയുടെ എയർക്രാഫ്റ്റ് അവർക്ക് വിട്ടുതരാനായിട്ട്. മാത്രമല്ല അവരൊരിക്കലും ഇതിനു മുമ്പൊരു അവയവം ദാനം ചെയ്യാൻ അല്ലെങ്കിൽ അവയവം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അത് ഉപയോഗിച്ചിട്ടില്ല. പല ദുരിത ആശ്വാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു അത്യാഹിതം വരുമ്പോഴേക്കും അത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഉപരിയായിട്ട് അവയവം കൊണ്ടുവരാനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച 2015-ലാണ്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് മുതൽ പോലീസ് ഓഫീസേഴ്സും എല്ലാ വ്യക്തികളും ഇതിന് സഹകരിച്ചുകൊണ്ടാണ് അത് നടന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീടുള്ള നമ്മളുടെ എയർലിഫ്റ്റുകളെല്ലാം നടന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരിൻ്റെ സ്വന്തമായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ്. ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും ഈ ഹെലികോപ്റ്റർ സൗജന്യമായിട്ട് വിട്ടുതരാനുള്ളൊരു തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. അങ്ങനെ തീരുമാനം എടുത്തത് മാത്രമല്ല, അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോളും അവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻറ്റിമേഷൻ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ KSOTOയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ് അതിൻ്റെ ചെയർമാൻ. അവർ ഇൻറ്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഹെലികോപ്റ്റർ, നമ്മുടെ ഗ്രീൻ കോറിഡോർ, ഓർഗൻ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം സുഗമമായിട്ട് നടത്തേണ്ടത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഓർഡറുകൾ മന്ത്രിസഭ പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ വളരെ ആശ്വാസകരമാണ്. എന്നിരുന്നാലും നമ്മൾക്ക് ഒത്തിരി പരിശ്രമങ്ങളും ഒത്തിരി കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി എയർക്രാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പി രാജീവ് ഇൻവോൾവ് ചെയ്തു, മുഖ്യമന്ത്രി ഇൻവോൾവ് ചെയ്തു. ഉടനെ തന്നെ ഞങ്ങളോട് ADGP മിസ്റ്റർ ശ്രീജിത്തിനെ വിളിക്കാൻ പറയാം. അത് ഡോക്ടർ, ഒരുപക്ഷെ കേരളത്തിന് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഒരു ഹൃദയം, ഒരു ജീവൻ്റെ വില അറിഞ്ഞുകൊണ്ടാണ് ഒരു സംസ്ഥാനം മുഴുവൻ അതിനുവേണ്ടി പലപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. അതിൽ ഏറ്റവും അറ്റത്തെ ആംബുലൻസ് ഡ്രൈവർ തൊട്ട് ആ എയർക്രാഫ്റ്റ് തൊട്ട് എവിടെയൊക്കെ തൊട്ട് ആ പരിശ്രമം നടക്കുന്നു. അവസാനം നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരൊറ്റ ജീവനാണ്. അത് കേരളത്തിന് ഒരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണല്ലേ? തീർച്ചയായിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടർ ജോസ് ചാക്കോ പറഞ്ഞപ്പോൾ നമ്മൾ ADGP ഇൻവോൾവ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി
എല്ലാവരും ആംബുലൻസ് ഡ്രൈവർ, പോലീസ്, വാഹനങ്ങൾ എല്ലാവരും നമ്മൾ ഓരോ മിനിറ്റുകളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത എപ്പോഴാണ്. കാരണം ഈ റിട്രീവൽ സമയത്ത് തന്നെ വേണമെങ്കിൽ ഹാർട്ട് നിന്ന് പോയി ഇതെല്ലാം അബോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്ര കരുതലോടുകൂടി ഹാർട്ട് എടുക്കണം. ഹാർട്ട് എടുത്ത് ഹെലികോപ്റ്റർ വരുമ്പോൾ അവർ പറയാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെയിൻ അലേർട്ട് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ 1 o'clock മുമ്പ് എയർലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ 1 o'clock മുമ്പ് അവയവം എത്തുമോ ഞങ്ങൾക്ക്? അപ്പം ഞാൻ പറഞ്ഞു 12:30 ഷാർപ്പിന് ഞങ്ങളവിടെ എത്തിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കോർഡിനേഷൻ. അപ്പോൾ 2 ജില്ലയിൽ, ട്രിവാൻഡ്രത്തെയും എറണാകുളത്തെയും 2 ജില്ലയിൽ അനവധി പോലീസ് ഓഫീസേഴ്സും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കമ്മീഷണറാണ്. 2 ജില്ലയിലെ കമ്മീഷണർ, ADGPയുടെ ടോട്ടൽ ലീഡർഷിപ്പ്. അപ്പോൾ ഇത്രയും ഒരു 1000-ഓളം ആൾക്കാർ ഇതിൻ്റെ പിന്നിലാണ്. നമ്മൾ ഒരു ജീവന് വേണ്ടി ഓടുന്നത്, റേസ് അഗൈൻസ്റ്റ് ടൈം എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ പൊതുജനം മനസ്സിലാക്കേണ്ടത്. ഇത് സർക്കാരും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു ജീവൻ രക്ഷിക്കാൻ ഓടുമ്പോൾ ഇതിനെ ഒരു നെഗറ്റീവായി ചിത്രീകരിച്ച് ചെയ്യുന്നൊരു ഭയങ്കര സങ്കടമാണ് നമുക്കിതിനകത്ത് കേൾക്കുമ്പോൾ. കാരണം ബന്ധുക്കളുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ. ഇപ്പോൾ ഡോക്ടർ ജോസ് ചാക്കോ പറഞ്ഞതുപോലെ ഒരുപാട് കഥകൾ. ഇപ്പം ഞങ്ങൾ ഈ വിഷയം ഡോക്ടറുമായിട്ടൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഡോക്ടർ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുടെ പേരാണ് അയച്ചു തന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഓർഗൻ ഡൊണേറ്റ് ചെയ്തവർ, സ്വീകരിച്ചവർ, അങ്ങനെ ഒരുപാട് കഥകൾ ഡോക്ടർക്ക് നേരിട്ട് അറിയാവുന്നതുണ്ട് എന്നെനിക്കറിയാം. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കഥ ഞാൻ ഡോക്ടർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അത് എൻ്റെ സഹപാഠി, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരാളുടെ കഥയാണ്. ആ കഥ നേരിട്ട് പറയാൻ സജിത് വർമ്മ തന്നെ നേരിട്ട് ചേരുന്നുണ്ട്. സജിത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ ക്ലാസ്മേറ്റ് ആണ് സജിത്ത്. 2005 തൊട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സജിത്തിന് പറയാനുള്ളത് ഒരു കരൾ മാറ്റത്തിൻ്റെ കഥയാണ്. സജിത്ത് ലിവർ സിറോസിസ് വന്ന് കരൾ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിയിലായപ്പോൾ ഞങ്ങളൊക്കെ വളരെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ഇപ്പോൾ വളരെ മിടുക്കനായി അഡ്വർടൈസിങ് രംഗത്ത് കൺസൾട്ടൻ്റായി കൊച്ചിയിൽ ജോലി ചെയ്യുകയാണ്. സജിത്തിൻ്റെ കഥ സജിത്ത് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് ആ കഥയിലെ ഓരോ മിനിറ്റും അറിയാം. പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ടി, ഡോക്ടർ നോബൽ ഗ്രേഷ്യസിനൊക്കെ വേണ്ടി സജിത്ത് തന്നെ ആ കഥ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായി. തീർച്ചയായിട്ടും. എനിക്ക് ഏതാണ്ട് 26 വയസ്സ് അടുപ്പിച്ചുള്ളപ്പോൾ ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പാണ് ലിവർ സിറോസിസ് ഡയഗ്നോസ് ചെയ്തത്. ഇപ്പൊ ലിവർ സിറോസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ആദ്യം വിചാരിക്കും ഇത് അമിത മദ്യപാനം മൂലം ഉണ്ടായ അപകടമാണ്. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അമിത മദ്യപാനം കരൾ രോഗത്തിനുള്ള കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. എന്തായാലും ലിവർ സിറോസിസ് ഡയഗ്നോസ് ചെയ്യുകയും തുടർന്ന് ഒരു 5 കൊല്ലത്തോളം എൻ്റെ സിറോട്ടിക് ആയ ഓർഗൻ ഉപയോഗിച്ച് ജീവിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്തേ മതിയാകൂ എന്നുള്ളൊരവസ്ഥ ആവുകയും അങ്ങനെ കൊച്ചി അമൃത ആശുപത്രിയിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഡോക്ടർ സുധീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു സുസജ്ജമായ ഒരു ടീം തന്നെയുണ്ട്. അങ്ങനെ കരൾ മാറ്റിവെക്കാൻ എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമാണെങ്കിലും ഈ ഓർഗൻ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ബന്ധുക്കൾക്ക് ആർക്കും തന്നെ കരള് ദാനം ചെയ്യാനുള്ളൊരു സാഹചര്യമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത് പോലെ എൻ്റെ കാര്യത്തിൽ അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ഒരു പരിചയവും അതുവരെ ഇല്ലാതിരുന്ന ഒരാള് അദ്ദേഹം ഇതിനായി മുന്നോട്ട് വരികയും വേണ്ട ടെസ്റ്റുകളൊക്കെ നടത്തി എനിക്ക് കരള് തരാൻ യോഗ്യനാണ് എന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് എനിക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. ആൽഫ്രഡ് എന്നാണ്. അദ്ദേഹം കണ്ണൂരുകാരനാണ്. ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റും ചെയ്ത് അങ്ങനത്തെ ഒരാളാണ്. അപ്പം അദ്ദേഹം എനിക്ക് കരള് തരാനായിട്ട് വളരെ വോളണ്ടിയർ ചെയ്ത് മുന്നോട്ട് വരികയും എനിക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഇന്നിപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 9 വർഷമായി. ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. വളരെ റീസെന്റ് ആയിട്ട് എനിക്ക് ചെക്കപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു ഡോക്ടർ പറഞ്ഞു. അതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ കഥ. ആ കഥയിൽ സജിത്ത് പറഞ്ഞതുപോലെ ഒരു ദൈവത്തിൻ്റെ കൈയുണ്ട് അതിൽ. അതെന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ലോകത്തിന് വളരെ കൗതുകകരമായി തോന്നാവുന്ന ഒരു കാര്യമാണ്. ആൽഫ്രഡ്, അന്ന് തൊട്ട് ആൽഫ്രഡ് ഞങ്ങൾക്കും ആൽഫ്രഡ് ചേട്ടനാണ്. ആൽഫ്രഡ് ചേട്ടൻ ഒരു വിശ്വാസിയാണ്, ക്രൈസ്തവ മതവിശ്വാസിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചപ്പോൾ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരുപാട് പ്രത്യേകതകൾ പറയുകയുണ്ടായി. അദ്ദേഹം അവയവദാനമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദാനം എന്നൊരു ആഹ്വാനം നടത്തിയ വർഷമാണ് ആൽഫ്രഡ് എന്ന വ്യക്തി ആ ആഹ്വാനം ഹൃദയാവഹിച്ച് ഹൃദയത്തോട് സ്വീകരിച്ച് സജിത്തിന് കരൾ നൽകാൻ എത്തിയത് എന്നൊരു ട്വിസ്റ്റ് കൂടി, ഒരു സിനിമയെ വെല്ലുന്ന ഒരു ട്വിസ്റ്റ് കൂടി ആ കഥയിലുണ്ട്, അല്ലേ സജിത്ത്? തീർച്ചയായിട്ടും. അത് ആ കൊല്ലം
ഇയർ ഓഫ് മേഴ്സി, കാരുണ്യ വർഷമായിട്ട് എല്ലാവരും ആചരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. അപ്പൊ അതിൽ നിന്നും ഉണ്ടായൊരു പ്രചോദനമാണ്. അദ്ദേഹം കടുത്ത വിശ്വാസിയാണ്, എന്നാൽ നല്ല വിശ്വാസികൾ എന്ന് പറയില്ലേ നമ്മൾ, ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ ഒരാളാണ് അദ്ദേഹം. അങ്ങനെ വോളണ്ടിയർ ചെയ്ത് ഒരുപക്ഷെ ക്രൈസ്റ്റിന്റെ മെസ്സേജ് സ്വയം വേദനിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു പാത തന്നെയാണ് അദ്ദേഹവും സ്വീകരിച്ചത്. അങ്ങനെ വേദന എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സർജറിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, അതൊരു മേജർ സർജറിയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതെല്ലാം അദ്ദേഹത്തിന് തരണം ചെയ്യേണ്ടി വന്നു. അത് ഇന്ന് ലോക ഹൃദയ ദിനമാണല്ലോ, അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ പലവരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ഇവിടെ ഇരുന്ന് പറയേണ്ടത് അദ്ദേഹത്തോട് ഒരു വലിയ നന്ദിയാണ്. കേൾക്കുന്നവർ ചിലപ്പോൾ വിചാരിക്കും ഇത് പൈസയ്ക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അദ്ദേഹം ഒരു രൂപ പോലും വാങ്ങാൻ തയ്യാറായില്ല എന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. സജിത്തിന്റെ കുടുംബം പൈസയൊക്കെ കൊടുക്കാൻ തയ്യാറായിരുന്നു, കാരണം ജീവനാണല്ലോ ഏറ്റവും വലുത്. പക്ഷേ അദ്ദേഹം അതിനൊന്നും തയ്യാറായില്ല എന്നതുകൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സജിത്ത്, ഒരു കാര്യം കൂടി, ഇപ്പോൾ തൊട്ടു മുൻപാണ് ഞാൻ ഒരു വാക്ക് കേൾപ്പിക്കാം, അതിനുശേഷം സജിത്തിലേക്ക് വരാം. ഈ അവയവദാനത്തെക്കുറിച്ച് വ്യാപകമായ തെറ്റിദ്ധാരണകളൊക്കെ നിലനിൽക്കുന്നുവെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അടുത്തിടെ ഇറങ്ങിയ ഒരു മലയാള സിനിമ ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തെക്കുറിച്ചാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുകൂടി നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയണം തോന്നുന്നു. ഇതേക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ പരിഹരിക്കപ്പെടണം. സജിത്ത്, ജീവിതത്തിൽ പാലിച്ചു പോന്നിട്ടുള്ള ഒരു അച്ചടക്കം ഇതിനുശേഷം എത്രയുണ്ടെന്ന് ഞങ്ങൾ അടുത്തുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്. ഡോക്ടർ ഹാരിസിന്റെ വാക്കുകൾ കേട്ട ശേഷം നമുക്ക് വരാം. പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് അവയവദാനം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് നമുക്ക് ഈ അവയവദാനം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ മാറ്റിവെക്കുന്നത് വൃക്കകൾ, പിന്നെ കരൾ, കിഡ്നി, ലിവർ, പിന്നെ ഹൃദയം. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സക്സസ്ഫുൾ ആയിട്ടുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾ. കൂടാതെ നമുക്ക് കുടല്, പാൻക്രിയാസ്, ഇങ്ങനെയുള്ള അവയവങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ നാളായിട്ട് പരീക്ഷിച്ച് വിജയിച്ചതുമായിട്ടുള്ള സർജറിയിൽ ഒന്നാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഹൃദയം മാറ്റിവെക്കൽ, ഹൃദയത്തിനോടൊപ്പം ഹൃദയവും ശ്വാസകോശവും മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും വളരെ വിജയകരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശസ്ത്രക്രിയകൾക്ക് വേറൊരു മാർഗം, ചികിത്സാ മാർഗം ഇല്ല. ഇത് ഒരു അവസാനത്തെ മാർഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതല്ലെങ്കിൽ ആ രോഗിക്ക് പിന്നെ മറ്റൊരു മാർഗവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചികിത്സയിലേക്ക് തിരിയേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കാര്യം നോക്കിയാലും നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് ഡയാലിസിസ് ആണ്. ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ഉള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് തന്നെ അറിയാവുന്നതാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് ഡയാലിസിസ് ചെയ്യുക, ആശുപത്രിയിൽ ആഴ്ച 3 പ്രാവശ്യം പോവുക, അത് കയ്യിൽ വലിയ ഒരു സൂചി കുത്തിവെക്കുക, 4 മണിക്കൂറോളം മെഷീനിന്റെ മുമ്പിൽ കിടക്കുക. ഇങ്ങനെ നിരന്തരം അവർക്ക് ആശുപത്രിയിലേക്ക് പോയും വന്നും അവർക്ക് വേറെ ഒരു രീതിയിലുള്ള ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും സമയവും കിട്ടുന്നില്ല, അത് പോകാനും പറ്റുന്നില്ല. എപ്പോഴും ഒരു ഡയാലിസിസ് സെന്ററിന്റെ ചുറ്റുവട്ടവും ഇങ്ങനെ കാലാകാലങ്ങൾ കഴിച്ചു കൂട്ടണം. മാത്രമല്ല ഈ ഡയാലിസിസ് ചെയ്യുന്തോറും ധാരാളം കോംപ്ലിക്കേഷനുകൾ രോഗിക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ രോഗി പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഹൃദ്രോഗം, മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ വന്ന് രോഗി വളരെ ബുദ്ധിമുട്ടുകയും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നല്ല ഒരു ചികിത്സാ മാർഗം അല്ല, ശാശ്വതമായൊരു ചികിത്സാ മാർഗമല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു നല്ല ചികിത്സ എന്ന് പറയുന്നത് ഈ വൃക്ക മാറ്റിവെക്കുക എന്നുള്ളതാണ്. എന്നാൽ അതേസമയം കരൾ രോഗങ്ങൾക്കോ ഹൃദ്രോഗം, ഈ വളരെ സീരിയസ് ആയിട്ടുള്ള ഹൃദ്രോഗങ്ങൾക്കോ മറ്റു ചികിത്സകളില്ല. അത് മാറ്റിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ രോഗി മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇത് വിജയകരമായിട്ട് ലോകമെമ്പാടും ചെയ്യുന്ന ശസ്ത്രക്രിയകളാണ് ഇത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലും അടുത്ത കാലം വരെ, ഏകദേശം 2016 വരെ ഈ ശസ്ത്രക്രിയകൾ വളരെ വിപുലമായിട്ട് നമ്മൾ ചെയ്തിരുന്നതാണ്. പക്ഷെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല തെറ്റിദ്ധാരണകളും
പ്രത്യേകിച്ച് ആ കാലത്തിറങ്ങിയ ഒരു സിനിമ. അതൊക്കെയാണ് നമുക്ക് പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുണ്ടായ ഒരുപാട് വിവാദങ്ങൾ, പിന്നെ കേസുകൾ, ഇതൊക്കെയാണ് ജനങ്ങൾക്ക് കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഈ അവയവ ദാനം മാറി അവയവ കച്ചവടം എന്നുള്ള രീതിയിലേക്ക് അത് വരികയും ചെയ്തതിൻ്റെ ഒരു തിക്തഫലമാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഈ അവയവദാന ശസ്ത്രക്രിയകൾ വളരെ വളരെ കുറയുകയും ഒരുപാട് രോഗികൾ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കത് ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഇവിടുത്തെ ഡോക്ടർമാരുടെയും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുടെയും ഒരു കടമ. ഡോക്ടർ ഹാരിസ് ഒരു യൂറോളജിസ്റ്റാണ്. ഒരുപക്ഷെ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ഡോക്ടറിനെ വേറെ തരത്തിലാണ് അറിയുന്നെങ്കിലും ഒരുപാട് വൃക്കമാറ്റ ശസ്ത്രക്രിയകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കോമൺ ആയി കേരളത്തിൽ നടക്കുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റുകളിലൊന്ന് കിഡ്നി ആയിരിക്കും. അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന അതിനുശേഷം ഉള്ള ചെയ്യുന്ന കാര്യങ്ങളെയൊന്നും അങ്ങനെ ലളിതവൽക്കരിച്ച് കാണാൻ പാടില്ല. സിനിമയിൽ അത് വളരെ ലളിതമായി പറയുന്നുണ്ടെങ്കിൽ അത് ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നതാണ്. സജിത്ത്, ഒരു 9 വർഷത്തെ അവയവമാറ്റത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ഓരോ നിമിഷവും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ അത് കുറച്ച് ഈസി ആയിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷേ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സജിത്ത്? തീർച്ചയായിട്ടും 100% അത് പ്രൊഗ്നോസിസ് എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അച്ചടക്കമുള്ളൊരു ജീവിത ശൈലി നയിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കാര്യത്തിൽ കരളാണ് മാറ്റിവെച്ചത്. അപ്പോൾ കരളിന് ദോഷകരമാകാവുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക, കൃത്യമായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക. പറയുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. നമുക്ക് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള അച്ചടക്കം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കൃത്യമായിട്ട് ചെയ്തു പോരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത്. ശരി സജിത്ത്, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ 2 ജേർണലിസം വിദ്യാർത്ഥികളായിരുന്ന ആൾക്കാരാണ്. അപ്പം സജിത്തിനെ ഇങ്ങനെ ഓൺ എയർ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം സജിത്ത്. താങ്ക് യു സോ മച്ച്. നല്ല ഹെൽത്തിയായി എപ്പോഴും ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് സജിത്തിനും അറിയാവുന്നതാണല്ലോ. ശരി സജിത്ത്, താങ്ക് യു. ഡോക്ടർ ഹാരിസ് ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ച സമയത്ത് അത് വളരെ ശ്രദ്ധയുള്ളൊരു കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ ആണ്. അദ്ദേഹം പൊതുവേ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് എഫക്റ്റഡ് ആവുന്ന ഒരാളായതുകൊണ്ടായിരിക്കും പറഞ്ഞത്. പക്ഷേ സിനിമ ഈ വിഷയത്തിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നതാണ്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ അവയവദാനം വലിയൊരു മാഫിയ നടക്കുന്നു എന്ന് പറയുന്നതായാലും ശരി, ഇങ്ങനെ അവയവദാനത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി പറയുന്നതായാലും ശരി, അത് ഡോക്ടർ ഹാരിസ് പറഞ്ഞ ആ ഏരിയയിലേക്ക് നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്? അല്ല, നമ്മൾ ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നിയർ നോർമൽ ലൈഫ് എന്നാണ് പറഞ്ഞത്. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് നമ്മളൊരു അവയവം ഫെയിലിയറായി ഒരു ന്യൂ ഓർഗനുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു പുതിയ വേറൊരാളുടെ ഓർഗനുമായിട്ട്. അപ്പം നമ്മുടെ ശരീരം എപ്പോഴും ആ ഓർഗനെ തിരസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇമ്മ്യൂണോ സപ്രസൻ മരുന്നുകൾ കഴിക്കും. അതായത് നമ്മുടെ ലിംഫോസൈറ്റിനെയൊക്കെ സപ്രസ് ചെയ്ത് വയ്ക്കും, ഈ വൃക്ക തിരസ്കരിക്കാതിരിക്കും, അല്ലെങ്കിൽ ഏത് അവയവമാണെങ്കിലും. അപ്പോൾ നമുക്ക് ഈ ഇമ്മ്യൂണോ സപ്രഷൻ മരുന്നുകളുടെ കുഴപ്പമെന്ന് വെച്ചാൽ അണുബാധ ഉണ്ടാകാനും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇതേ കോശങ്ങളാണ്. അപ്പോൾ അവരെയും സപ്രസ്, അപ്പോൾ അണുബാധ ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ നമ്മൾ വളരെ വളരെ കണിശമായി തന്നെ ശ്രദ്ധിക്കണം. ആഹാര രീതിയും എല്ലാം മോണിറ്റേർഡ് ആയിരിക്കണം. പക്ഷേ നമ്മൾ ആ നോർമൽ ലൈഫ് കിട്ടില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഹൃദയപൂർവ്വം സിനിമയിൽ മോഹൻലാൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റും ലിവർ ട്രാൻസ്പ്ലാന്റും കഴിഞ്ഞ ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് ഗെയിംസിൽ ഫുട്ബോൾ കളിക്കുന്നു. ഒരു ഫേമസ് ഫുട്ബോളർ തന്നെയുണ്ട്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഹാട്രിക് ഒക്കെ നേടി റിയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ച ആൾക്കാരാണ്. അപ്പോൾ അത് കറക്റ്റ് തന്നെ. സ്വിമ്മറുണ്ട്. അപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നോർമൽ ലൈഫിന് ഒരു വിഘാതമേ അല്ല. പക്ഷേ കരുതലുണ്ടായിരിക്കണം, മരുന്നുകൾ കറക്റ്റായ സമയം കഴിക്കണം, റെഗുലർ ചെക്കപ്പിന് പോകണം, അണുബാധകൾ ഒഴിവാക്കാൻ തീവ്രമായി ശ്രമിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ നിയർ നോർമൽ ലൈഫാണെന്നുള്ള കാര്യം, ആ മെസ്സേജ് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം. അത് അവയവം മാറ്റി വെച്ച ആൾ ഒറ്റപ്പെടുത്തേണ്ട കാര്യമല്ല, അവർ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കേണ്ടവർ തന്നെയാണ്. നോർമൽ അല്ല, നിയർ നോർമലാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ എപ്പോഴും നമ്മൾ ഇത്തരം ചില വിഷ്വൽസ് ആണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഓർഗൻ ഈ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും വരാറുള്ളത്. അതിലൊന്നാണ് ആ നീലപ്പെട്ടി. എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ വലിയ ദൗത്യങ്ങളിലെല്ലാം ഉണ്ടാവുന്ന ആ ഒരു നീലപ്പെട്ടിയാണ്. ആ നീലപ്പെട്ടിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എറണാകുളം ലിസി ആശുപത്രിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ അധികവും ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ ഇങ്ങനെ നടന്നിട്ടുള്ളത്. ഇതിലെല്ലാം മാനേജർ PR എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ ഓടി നടന്നിട്ടുള്ള ഒരാളാണ് ലിസി ആശുപത്രിയിലെ VR രാജേഷ്. ഹൃദയാരോഗ്യ വിഭാഗമാണ് രാജേഷ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഹൃദയം അടങ്ങിയ ആ നീലപ്പെട്ടി നമ്മൾ എപ്പോഴും കാണാറുണ്ടല്ലോ, ആ നീലപ്പെട്ടി ഏറ്റുവാങ്ങുന്ന ആൾ. നമ്മൾ കൊച്ചിയിലെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് പ്രധാനമായും തന്നെ ലിസി ആശുപത്രി കേന്ദ്രീകരിച്ചാണ്.
ലിസി ആശുപത്രിയിലേക്ക് ഹൃദയവുമായി എത്തുന്ന ആംബുലൻസോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ ഇതെല്ലാം കാണുമ്പോൾ അതിലൊരു നീലപ്പെട്ടി, ഹൃദയമടങ്ങുന്ന നീലപ്പെട്ടി ചേർത്ത് വെച്ച് എപ്പോഴും നടന്നു പോകുന്ന ഒരാളെ കൂടി കാണും. മറ്റാരുമല്ല, ലിസി ആശുപത്രിയിലെ പബ്ലിക് റിലേഷൻ വിഭാഗം മാനേജർ VR രാജേഷാണത്. രാജേഷ്, ഇത് ഒരു നിയോഗമായിട്ട് കാണുന്നു. എത്രത്തോളം ശസ്ത്രക്രിയയിൽ ഇതുപോലെ തന്നെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഈ രീതിയിലുള്ളൊരു? ലിസി ആശുപത്രിയിൽ ഇതുവരെ 30 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് നടന്നിട്ടുള്ളത്. ജോസാക്കോ പെരിയപ്പുറം സാറിനൊപ്പം ഈ 30 എണ്ണത്തിലും പങ്കാളിയാകാൻ സാധിച്ചു എന്നത് ഒരു വളരെ വലിയ കാര്യമായിട്ട് തന്നെ കാണുകയാണ്. എങ്ങനെ ഇതിലേക്കുള്ളൊരു കോൾ തുടങ്ങുന്നത് എങ്ങനെ? ഇതൊരു വലിയ സങ്കീർണതകൾ നിറഞ്ഞൊരു പ്രോസസ്സാണ്. 30ഓളം എന്നെല്ലാം തന്നെ പറയുമ്പോൾ എങ്ങനെ ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരിക്കും? നമ്മൾക്ക് ഒരു ഹൃദയം സ്വീകരിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ഗവൺമെൻറ് സംവിധാനമായ KS ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് അനുയോജ്യമായൊരു ഹൃദയം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ KS ഓട്ടോയിൽ നിന്നും നമുക്ക് ഫോൺ കോൾ എത്തുകയായി. ഫോൺ കോൾ എത്തിയ ഉടൻ തന്നെ ഞാൻ ഡോക്ടർ ജോസാക്കോ സാറിനെ വിവരം അറിയിക്കുകയും തുടർന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തി അത് ഹൃദയം നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള സ്വീകർത്താവിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് എടുക്കുന്നതിനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എനിക്കറിയാവുന്ന പോലെ ഹൃദയം ദാതാവിൽ നിന്ന് എടുത്ത് സ്വീകർത്താവിൽ സ്പന്ദിച്ച് തുടങ്ങുമ്പോൾ ഒരു 4 മണിക്കൂറിനുള്ളിൽ സമയത്തിനുള്ളിൽ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾക്ക് ഇതിൻ്റെ ദൂരം ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4 മണിക്കൂർ കവർ ചെയ്ത് അതിനുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നിരിക്കണം. ഇവിടെ സ്വീകർത്താവിൽ അത് സ്പന്ദിച്ചു തുടങ്ങണം, എങ്കിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. എന്താണ് ഇതിൽ ഇപ്പോൾ എയർ ആംബുലൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഹെലികോപ്റ്ററിലെല്ലാം വരുന്നത് എങ്ങനെ? ആദ്യത്തെ ഒരു അസൈൻമെന്റ് എങ്ങനെയായിരുന്നു ഈ രീതിയിലുള്ളത്? 2015 നമ്മൾക്ക് തിരുവനന്തപുരം കിംസിൽ നിന്നും ഇങ്ങനെ ഒരു ഡോണർ ഉണ്ട് എന്നൊരു വിവരം കിട്ടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഇവിടെ ഹൃദയം എത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. അന്ന് MLA ആയിരുന്ന ശ്രീ ഹൈബിയിടം വഴി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുമായിട്ട് സംസാരിക്കുകയും അത് നേവിയുടെ ഡോണിയർ വിമാനം നമ്മൾക്ക് എയർലിഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് വിട്ടു നൽകുകയും ചെയ്തു. തുടർന്ന് നമ്മൾ 6 തവണ കൂടി ട്രിവാൻഡ്രത്ത് നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഹൃദയം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ 6 എണ്ണത്തിലും നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ശ്രീ P. രാജീവ് സാർ, അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുമായിട്ടെല്ലാം സംസാരിച്ചു. 6 തവണയും നമ്മൾക്ക് എയർലിഫ്റ്റ് ചെയ്യാൻ 5 തവണ ഹെലികോപ്റ്ററും 1 തവണ ഇതുപോലെ തന്നെ ഡോണിയർ വിമാനവും നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ 7 തവണയും നമുക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് സർക്കാർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴൊരു സിസ്റ്റമായോ എങ്ങനെയാണ്? തീർച്ചയായിട്ടും തുടക്കത്തിൽ ഉള്ള അവസ്ഥ അന്ന് ഒത്തിരി ഫോൺ കോൾസ് നമുക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ തുടർച്ചയായി ഇങ്ങനെ വന്നിരിപ്പോൾ സർക്കാരും അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ചു. ഇപ്പോൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരൊറ്റ ഫോൺ കോളിൽ തന്നെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നു. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. അതിൽ ADGP തുടങ്ങി നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ വരെയുള്ള വിവിധ തലങ്ങളിലുള്ള ആളുകളുണ്ട്. ഇതിൽ ഈ എയർലിഫ്റ്റ് അല്ലാതെ വളരെ പെട്ടെന്ന് എത്തിക്കേണ്ട സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും പല വെല്ലുവിളികളും നേരിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഓർക്കുന്നത് കോട്ടയത്ത് നിന്നും ഒരു ഹൃദയം ഇവിടെ എത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത് ബൈ റോഡ് വഴി തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുണ്ടായിരുന്നു. അന്ന് അത് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് വൈകിട്ട് 4 മണിയോടനുബന്ധിച്ച സ്കൂൾ ടൈമാണ്. കുട്ടികളെല്ലാം റോഡിലൂടെ ഓടി നടക്കുന്നൊരു സമയമായിരുന്നു. അന്ന് ഒരുപാട് സഹായം നമ്മുടെ പോലീസ് സേനയിൽ നിന്നുണ്ടായി. അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ 2 പൈലറ്റോടുകൂടി, മാത്രമല്ല റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ട് വലിയ സപ്പോർട്ടോടുകൂടി ഏകദേശം ഒരു 50 മിനിറ്റ് സമയം കൊണ്ട് കോട്ടയത്ത് നിന്ന് ഹൃദയം ഇവിടെ എത്തിക്കാൻ സാധിച്ചു. ഇതിൽ ഈ ഏകോപനം എന്നത് വളരെ നിർണായകമാണ് അല്ലേ? തുടക്കം മുതൽ അതിൻ്റെ ഒരു ഒടുക്കം വരെ ഈ സാന്നിധ്യം ഉണ്ടാവണം. ഫസ്റ്റ് ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യത്തിൽ നമുക്ക് ഉറക്കമില്ല. നിരവധിയായിട്ടുള്ള ഫോൺ കോളുകൾ, ഹോസ്പിറ്റൽസ്, പോലീസ് ഓഫീസേഴ്സ്, അങ്ങനെ ഡോണർ ഹോസ്പിറ്റല്, ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുകൊണ്ടുവരും. ഇതെല്ലാം നമ്മൾ ഏകോപനം നടത്തുവാൻ നമ്മൾക്ക് സാധിക്കണം. എങ്കിലാണത് ഒരു വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ ബോക്സ് ഏറ്റുവാങ്ങുക പക്ഷെ അതൊരു വേദന നിറഞ്ഞതുമാണ്. ഇവിടെ എത്തിക്കുമ്പോൾ അത് കാത്തിരിക്കുന്നൊരു കുടുംബവും ആൾക്കാരും എല്ലാം തന്നെ ഉണ്ടാകുമെങ്കിൽ അതൊരു വൈകാരികമാണല്ലേ? തീർച്ചയായിട്ടും അതൊരു വൈകാരികമായ ഒരു മുഹൂർത്തം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ജോസാക്കോ സാറിൽ നിന്നെല്ലാം പഠിച്ചിരിക്കുന്നൊരു കാര്യം, ആ സമയത്തൊന്നും നമ്മൾ വികാരത്തിന് അടിമപ്പെട്ടു പോകരുതെന്നുള്ളതാണ്. കാരണം വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മളുടെ കയ്യിലുള്ളത്.
അത് സുരക്ഷിതമായി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. നമ്മൾ അതിന് മുൻപും അതിന് ശേഷവുമല്ല ഇതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ആലോചിക്കും. പക്ഷെ ആ സമയത്ത് കഴിയുന്നതും മനസ്സ് നിർവികാരമാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചുമതല. ഇല്ലെങ്കിൽ നമ്മളും ഇമോഷന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് കഴിയുന്ന നമ്മൾ ആ ഹൃദയം അർഹിക്കുന്നൊരു റെസ്പെക്റ്റ് കൊടുത്ത് അതിനെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം. ഈ രണ്ട് കുടുംബങ്ങളെയും കാണാറുണ്ടോ? അവരായിട്ട് സംസാരിക്കേണ്ട സമയങ്ങളുണ്ടോ? പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇവിടെയുള്ള റെസിപ്പിയൻസ് സ്വാഭാവികമായിട്ടും നമ്മളായിട്ട് എല്ലാം വളരെ അടുപ്പമുള്ള ആളുകളാണ്, എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവരെല്ലാം ഏറ്റവും എന്താ പറയുക ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു, ഓരോ തൊഴിലേർപ്പെടുന്നു. ഇതെല്ലാം നമുക്ക് വളരെ ഒരു ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. അത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം വരുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഡോണർ ഫാമിലിയെക്കുറിച്ച്. കടുത്ത വേദനകൾക്കിടയിലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും തൻ്റെ ഒറ്റ കുടപ്പിറപ്പിൻ്റെ ഒരു അവയവം ദാനം ചെയ്യാനായിട്ട് അവർ കാണിക്കുന്ന ആ വലിയ ഒരു നന്മ, അത് തീർച്ചയായും ആ നന്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കണം തോന്നുന്നു, അല്ലേ ഡോക്ടർ നോബൽ? ഒരു കാര്യം കൂടി രാജേഷ് പറഞ്ഞതിനായിട്ട് കുട്ടിയെ ആ നീലപ്പെട്ടി കാണുമ്പോൾ ഏറ്റവും ഇങ്ങനെ ഉണ്ടാകുന്ന ദാതാക്കളുടെ കുടുംബങ്ങൾക്കാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആ കിംസിൽ നിന്ന് ആ ബ്ലൂ ബാഗുമായിട്ട് ആൾക്കാർ പോകുമ്പോൾ ഒരു ഭയങ്കര വിങ്ങലോടുകൂടിയാണ് ഐസക്കിൻ്റെ ബന്ധുക്കൾ അതിനെ കണ്ടിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, ഡോക്ടർ ഇത് ഒരു ജീവിക്കുമല്ലോ, അതായത് ഞങ്ങൾക്ക് ആഗ്രഹം ഇവരെല്ലാവരും ജീവിക്കണം, ഇത് മറ്റുള്ളവരിൽ ഹൃദയമിടിപ്പ് ഉണ്ടാകണം, വൃക്ക വർക്ക് ചെയ്യണം, കരൾ വർക്ക് ചെയ്യണം, ഭയങ്കര ആശങ്ക അവർക്ക്. പിന്നെ അതിൻ്റെ അമ്മ പറഞ്ഞ റിക്വസ്റ്റ്, അവൻ ഫോട്ടോഗ്രാഫറാണ്, അവൻ്റെ കണ്ണുകളിലൂടെ ഇനി വേറെ ആൾ കാണണം പ്രകൃതി. അതൊക്കെ നമ്മൾക്ക് ഒരിക്കലും അത് എങ്ങനെ അമ്മേനെ നമുക്ക് ആശ്വസിപ്പിക്കണമെന്നല്ല. എത്ര പോസിറ്റീവായിട്ടാണ് അമ്മ പറയുന്നത്, ഡോക്ടർ ആ രണ്ട് കണ്ണുകളും മറ്റുള്ളവർക്ക് പ്രകൃതിയെ കാണാൻ പറ്റുമല്ലോ, അവൻ്റെ ഛായാചിത്രങ്ങളിലൂടെയും അവൻ്റെ ഫോട്ടോഗ്രാഫിലൂടെയാണ് ഞങ്ങൾ പ്രകൃതിയുടെ മനോഹാരിത അറിഞ്ഞത്, ഇതുപോലെ തന്നെ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ ഈ ആഗ്രഹത്തിനെയാണ് നമ്മൾ എത്ര മഹത്വവൽക്കരിച്ചാലും നമുക്കൊരിക്കലും സന്ദേശം. ശരിയാണ്. ഇനിയും എനിക്ക് ചോദ്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതാണ് പെർഫെക്റ്റ് സ്ഥലം നിർത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തേണ്ടത്. ഡോക്ടർ, ഒരുപാട് ഏറ്റവും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു പുതുജീവൻ നൽകാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം ഒരുപക്ഷെ ദൈവത്തിന് മാത്രം കഴിയുന്ന ഒന്നാണെന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച്. അതല്ലെങ്കിൽ അത് ഒരു വലിയ ബയോളജിക്കലായി നടക്കുന്ന ഒരു വലിയ വിസ്മയമാണ്. പക്ഷേ അങ്ങനെ അല്ലാതെയും അത് ചെയ്യാൻ കഴിയും. അത് ശാസ്ത്രത്തിൻ്റെ വലിയൊരു വളർച്ചയാണ്, ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കരുത്. നമ്മൾ മലയാളികൾ ഏറ്റവും പ്രബുദ്ധരാണ്, അത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും. അപ്പോൾ കൂടുതൽ പേർ അവയവദാനത്തിലേക്ക് മുന്നോട്ട് വരികയും കൂടുതൽ പേർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ വിവാദങ്ങളുണ്ട്. അതൊക്കെയും ഇതിൻ്റെ മറുവശങ്ങളാണ്. അതും നമ്മൾ വരും മണിക്കൂറുകളിൽ നമുക്ക് വാർത്തകളായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ നന്ദി ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്. ഈ ഒരു മുന്നോട്ട് പോക്കിൽ കൂടുതൽ സക്സസ്ഫുൾ ആയിരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹൃദയപൂർവ്വം ന്യൂസ് 18 നന്ദി. വേൾഡ് ഹാർട്ട് ഡേ തന്നെ ഈ ഒരു ടോപ്പിക് എടുത്തതിന് എത്ര നന്ദി പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ന്യൂസ് 18 ഇനിയും ഇതുപോലെ വാർത്തകൾ കണ്ടുവരട്ടെ, ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകട്ടെ അവയവദാന പ്രക്രിയയിൽ. താങ്ക് യു ഡോക്ടർ. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.